ഹായ്, ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് കൂൺ കറിയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്താണെന്ന് നോക്കാം. വയനയില, കറുവപ്പട്ട, ഒരു വലിയ തക്കാളി ചെറുതായിട്ടരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വലിയൊരു സവോള കൊത്തിപ്പിടിച്ചരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളക്. ഇവിടെ ഇപ്പോൾ 2 പാക്കറ്റ് കൂണാണ്, ഇത് മിൽക്ക് മഷ്റൂമാണ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ, ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പാൽ. ഇനി ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായി നമ്മുടെ ഈ കൂണ് നമുക്ക് ഒരു മീഡിയം സൈസായിട്ട് അരിഞ്ഞെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം 3 തവി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പട്ട ചേർത്ത് കൊടുക്കാം. ഇനി വയനയില, കറിവേപ്പില, പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. 2 സവോളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മസാല. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ പീസായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണിട്ട് കൊടുക്കാം. ഇറച്ചി കൂണാടെ വേവാൻ ആവശ്യമായിട്ടുള്ള ഇവിടെ 1 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ആവശ്യമെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടച്ചു വെച്ച് വേവിക്കാം.
നല്ല തിളച്ച് വരുന്നുണ്ട് നമ്മുടെ കൂണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു കാണിച്ചതുപോലെ ഒരു അരമുറി തേങ്ങയുണ്ട്, തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂൺ കറി ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് നമുക്ക് സെറ്റായി നല്ല തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നമ്മുടെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോഴേക്കും നമുക്കിത് സെർവ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.